അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മലയാള സിനിമയുടെ തലക്കുറി മാറ്റി എഴുതിയ 2 സിനിമകളായിരുന്നു പൃഥ്വിരാജ് മോഹൻലാൽ ടീം ഒന്നിച്ച എമ്പുരാൻ, തരുൺമൂർത്തി മോഹൻലാൽ ടീം ഒന്നിച്ച തുടരും 2 ചിത്രം. അപ്പം 2024 സംബന്ധിച്ച് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു ലാലേട്ടനിൽ നിന്നുണ്ടായത് കുറച്ച് നാളായിട്ട്. അന്നൊക്കെ തന്നെ പലപ്പോഴും പലരും പറയാതെ ഉള്ളതുപോലെ നമ്മൾ വീഡിയോ ഇടുമ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഭയങ്കര പൊങ്കാല നടക്കുമായിരുന്നു. നമ്മൾ ചോദിക്കത്തില്ലേ, പണ്ട് ഏതോ പുരാണ കഥയിൽ നിൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന പോലെ നിൻ്റെ ലാലേട്ടൻ എവിടെ, തീർന്നു, അങ്ങേരുടെ കാലം കഴിഞ്ഞു, അങ്ങേരിനിയും പൊങ്ങില്ല എന്നൊക്കെ. അന്ന് നമ്മൾ കമൻ്റായിട്ടൊന്നും വലുതായിട്ട് പറഞ്ഞില്ല. സഖി കെട്ടുമ്പം നമുക്ക് പൊങ്കാല കൂടുമ്പം നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ഇങ്ങനെയുള്ളവർക്ക് കമൻ്റ് ഇടും. ഒരിക്കൽ അങ്ങേര് തിരിച്ചു വരും, അന്ന് അങ്ങേരെ എതിരിടാൻ നിങ്ങൾ തയ്യാറായിക്കും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പുള്ളി തിരിച്ചു വന്നപ്പോൾ ഈ കമൻ്റ് അന്നിട്ട് നമ്മളെ പൊങ്കാല ഇട്ടവരാരും ഇപ്പം വരുന്നതേ ഇല്ല. അത് അവർ ഒളിച്ചോ എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ആ അവസ്ഥയാണ്. മലയാള സിനിമയിൽ 2025 2 ചിത്രങ്ങളുമായിട്ട് വന്നു. ഭൂരിപക്ഷം കളക്ഷനും എല്ലാം അങ്ങേര് കൊണ്ടുപോയി എന്ന് പറയാം. നമ്മളെന്നും പറയാറുള്ളൊരു കാര്യമാണ്, മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ കേരളം ഒന്നിച്ച് ആ ചിത്രം കാണാൻ പോകുന്നത്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഓരോ ലാലേട്ടൻ ചിത്രം പരാജയപ്പെടുമ്പോൾ ചിലവർ ബഹളം വെക്കാറുണ്ട്, മറ്റുള്ള ആരാധകരുടെ നടന്മാരുമായിട്ട് ഇടിയുണ്ടാക്കാറുണ്ട്, സമ്മിശ്രമായി പ്രതികരിക്കാറുണ്ട്, കൈയടിക്കാറുണ്ട്. ഈ ലാലേട്ടൻ്റെ ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ പൊട്ടിക്കരയാറുള്ളവരുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഒരു കൂട്ടരുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇത്രയും നാളും കണ്ടുവന്ന ലാലേട്ടൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഓരോ സിനിമ പരാജയപ്പെടുമ്പോഴും അടുത്ത ചിത്രത്തിൽ അയാൾ തിരിച്ചു വരും എന്ന് പ്രതീക്ഷയോടെ നോക്കാനും കാണാനും എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ പോയി കാണുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ പുറമേ ഒന്നും കാണിക്കില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനോടുള്ള സ്നേഹമുണ്ട്. അതാണ് ഷറഫുദ്ദീൻ പറഞ്ഞത്, മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ വയ്യാത്ത അമ്മൂമ്മമാർ വരെ തിയേറ്ററിലെത്തുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ലാലേട്ടൻ്റെ ആരാധകർ, മലയാള സിനിമയിലെ നടന്മാർ, ഇപ്പം പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ മൊത്തം ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ ആരാധകരാണ്. ആസിഫ് അലിയുടെ ഒരു സർക്കീട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞു, തുടരി എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ ടിക്കറ്റിന് വേണ്ടി ശ്രമിച്ചിട്ട് 2-3 ദിവസമായി ടിക്കറ്റ് കിട്ടുന്നില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ യുവ സൂപ്പർ സ്റ്റാർ ആയ ആസിഫ് അലിക്ക് കിട്ടാത്ത അവസ്ഥയായിരുന്നു മലയാള സിനിമയിൽ കുറച്ച് ദിവസമായിട്ടുള്ളത്. അത് എമ്പുരാനിൽ തുടങ്ങി അത് തുടരും എന്ന ചിത്രത്തിലൂടെ നീണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ആസിഫ് അലി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടു. തുടരും പോലൊരു സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ 3 ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ കേട്ടല്ലോ, ആ സംശയം തീർന്നില്ല. അപ്പം 2024 മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ 100 കോടി ചിത്രങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ഒരിടത്ത് പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പരാമർശിച്ചതില്ല ആരും. അത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള വളരെയധികം വിഷമമായി. ഒരു 50 കോടി പോലും ലാലേട്ടൻ ഇല്ലാത്ത കൊല്ലമായിരുന്നു കുറച്ച് നാളായിട്ട് കാണുന്നത്. അന്നേരവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ മനസ്സുരുകി പറഞ്ഞുകൊണ്ടേയിരുന്നു, അയാൾ തിരിച്ചു വരും, വരുമ്പോൾ കെട്ടിപ്പിടിച്ച ഈ സിംഹാസനങ്ങൾ പലതും നിലം പൊത്തിക്കും, നിങ്ങൾ തീർത്ത റെക്കോർഡുകൾ പലതും തകർത്തെറിയും എന്ന്
കൃത്യമായി അവർ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, അവർക്ക് അയാളെ അറിയാം. ഒരു വരവ് വന്നാൽ അത് 1.5 വരവിന് തുല്യമാകും എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. മലയാള സിനിമയിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയുന്നവർ തന്നെയാണ് മോഹൻലാലിൻ്റെ ഇഷ്ടപ്പെടുന്ന ആരാധകർ മൊത്തം. അത് പ്രായമായ അമ്മമാർ മുതൽ കൊച്ചു കുട്ടികൾ വരെ. അതാണ് മലയാള സിനിമയുടെ ഒരു എന്താ പറയുന്നത്, ഒരു ട്രെൻഡെന്ന് പറയാം. കാരണം കാലാകാലങ്ങളിൽ മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം, അല്ല മലയാളത്തിന് അന്യഭാഷകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, കളക്ഷൻ്റെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഏത് നടന്മാരോടൊപ്പം മുൻപന്തിയിൽ നിർത്താൻ കഴിവുള്ളൊരു നായകൻ അതുതന്നെയാണ് മോഹൻലാൽ. അത് എല്ലാവർക്കും നിശ്ചയമാണ്. ചിലവർ സമ്മതിക്കുന്നു, ചിലവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മൾ റെക്കോർഡുകളിലെ പഴങ്കഥകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്താത്ത ഒറ്റ റെക്കോർഡ് പോലും മലയാള സിനിമയിലില്ല. ഇപ്പം ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു കഥ പറയാം. 2025 മലയാള സിനിമ ഇത്രയും നാൾ വരെ നേടിയത് 2025 നേടിയ കഥയാണ് പറയുന്നത്. 1134 കോടി 30 ലക്ഷം രൂപയാണ് മലയാള സിനിമ നേടിയത്. ഇനിയും കിടക്കുന്നു. അതിൽ ഏകദേശം 500 കോടി രൂപയോളം ലാലേട്ടൻ്റെ ഈ 2 ചിത്രങ്ങൾ മാത്രം സമ്പാദിച്ച വരുമാനമാണ്. 134 കോടിയിൽ 500 കോടിയോളം. തുടരും 225 കോടി, എമ്പുരാൻ 266 കോടി 71 ലക്ഷം, അങ്ങനെ 491 കോടി 71 ലക്ഷവും ഈ 2 ചിത്രങ്ങൾ, ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തതാണ്. ഇനി വേറെ ഒരു കണക്ക് പറയാം. മലയാളത്തിൻ്റെ ടോട്ടൽ ഗ്രോസ് 502 കോടി 95 ലക്ഷമാണ് എല്ലാ സിനിമയും കൂടെ കണക്ട് ചെയ്തത്. അതിലെ ഈ 2 ചിത്രങ്ങൾ തുടരും എമ്പുരാനും മാത്രമായിട്ട്, തുടരും 110 കോടിയും എമ്പുരാൻ 87 കോടിയുമായിട്ട് ഏകദേശം 200 കോടി രൂപയോളം, 197 കോടിയോളം ഈ 2 ചിത്രങ്ങളിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഗ്രോത്ത് നേടിക്കൊടുക്കുക. അതുപോലെ ഓവർസീസിൻ്റെ കണക്കാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക്. വിദേശങ്ങളിൽ നിന്ന് കേരളത്തിന് കൊടുത്ത വരുമാനം, സിനിമ വ്യവസായത്തിന് കേരളത്തിൽ നിന്ന് ഈ വിദേശങ്ങളിൽ നിന്ന് നേടിക്കൊണ്ടുവന്ന വരുമാനത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അത് ഈ 326 കോടി 30 ലക്ഷം രൂപയാണ് 2025 മലയാള സിനിമയ്ക്ക് കിട്ടിയത്. അതിൽ 232 കോടി 90 ലക്ഷവും ലാലേട്ടൻ ചിത്രങ്ങളിൽ നിന്നാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തുകയാണ്. അതിൽ ഓവർസീസ് 142 കോടി 25 ലക്ഷം എമ്പുരാനും 90 കോടി 65 ലക്ഷം രൂപ തുടരും എന്ന ചിത്രവും കൂടെയാണ് കൊണ്ടുവന്നത്. ഇനി ബാക്കി എനിക്ക് തോന്നുന്നു 90 കോടി സംതിങ് എങ്ങനെ കാണത്തുള്ളൂ. ബാക്കി എല്ലാ ചിത്രങ്ങളും കൂടെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഓവർസീസ് കളക്ഷനായി കൊണ്ടുവന്ന തുകയുടെ കാര്യം ഞാൻ പറയാം. അപ്പം മലയാള സിനിമയിലെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, മോഹൻലാലിൻ്റെ ആരാധകർ പറയുകയാണ് അയാൾ മലയാള സിനിമയിലെ രാജാവാണെന്ന് പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയില്ല. അത് കൃത്യമാകുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പം മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രം ഈ കളക്ഷൻ കൊണ്ടൊന്നും നിൽക്കത്തില്ല, ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക. ഇത് തിയേറ്ററിൽ നിന്നുള്ള വരുമാനം മാത്രമാണ്. ബിസിനസ് ആയിട്ട് എമ്പുരാൻ 325 കോടിയോളം നേടി എന്ന് പറഞ്ഞു. തുടരും എനിക്ക് തോന്നുന്നു ഏകദേശം 250 കോടിക്ക് മുകളിൽ എല്ലാ ബിസിനസ്സുകളാണെങ്കിൽ തന്നെ നേടി. അങ്ങനെ ഏകദേശം 10-600 കോടിയോളം ഈ 2 ചിത്രങ്ങൾ മാത്രമായിട്ട് നേടിയിട്ടുണ്ട്. അപ്പം ഇത് തിയേറ്ററിലെ മാത്രം കണക്കാണ്, തിയേറ്ററിൽ നിന്ന് ചിത്രങ്ങൾ നേടിയ കണക്കാണ്. അപ്പം ആ അവസ്ഥയാണ് മലയാള സിനിമയിൽ ഇപ്പം. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, 1-2 കൊല്ലം മുമ്പ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു സ്വപ്നതുല്യമായ തിരിച്ചുവരവായിരുന്നു.
മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ്. അത് എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ആരാധകരെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവായിട്ട് അവർ കാണുന്നില്ല. കാരണം അയാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും, തിരിച്ചു വരും. അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ മാത്രം, ഒറ്റ ചിത്രം മതി, അതിലൂടെ വീണ്ടും മലയാള സിനിമയുടെ സിംഹാസനം അയാൾ കീഴടക്കുമെന്ന് അവർക്ക് ഉറപ്പായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നത് നമ്മൾ കണ്ടു. അവർ കമൻ്റായിട്ട് സോഷ്യൽ മീഡിയ അങ്ങ് അടക്കി വാങ്ങും, പായസം വെച്ച് വിതരണം ചെയ്യുന്നു, അയാളുടെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നു, അയാൾ ഇനി പൊങ്ങില്ല എന്ന് പറയുന്നു, അയാൾക്ക് പാവം വരില്ല എന്ന് പറയുന്നു, ശബ്ദം വരില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തൊക്കെ കഥകളായി. അവസാനം അവരുടെ അവസ്ഥ എന്തായി? പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പവനായി ശവമായി. ആ അവസ്ഥയാണിപ്പോൾ. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയ്ക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പം ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ഒരു വിമർശകരൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. ഇതാണ് സത്യം. ആ കഥ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ കേൾക്കുക, താല്പര്യമില്ലാത്തവർ കേൾക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് പൊങ്കാല ഇടാൻ വരരുത്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഒക്കെ ബൈ.